discuss laws of production. The first law is law of variable proportion. Here the question is, how can a firm increase its production in a short period of time? Is it possible to increase the production by increasing all factors of production, by increasing the quantity of both the fixed inputs and variable inputs? നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഒരു സ്ഥാപനത്തിന് അതിൻ്റെ പ്രൊഡക്ഷനെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിൻ്റെയും അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ? അതായത് ഫിക്സഡ് ഇൻപുട്സിൻ്റെയും വേരിയബിൾ ഇൻപുട്സിൻ്റെയും അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? വി നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. A firm can't possible to increase the quantity of fixed inputs in a short period of time. ഒരു സ്ഥാപനത്തിനും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഫിക്സഡ് ഇൻപുട്സിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ദെൻ വാട്ട് ഈസ് ദ ഓപ്ഷൻ അവൈലബിൾ ടു എ ഫേം ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ? അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണ്? ഓൺലി വൺ ഓപ്ഷൻ ഈസ് ദയർ, ദാറ്റ് ഈസ് try to increase the production by increasing the quantity of one or few variable inputs and keeps the quantity of all other inputs constant. സ്ഥാപനത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണെന്നാണ് പറയുന്നത്? ഒന്നോ അല്ലെങ്കിൽ കുറച്ച് വേരിയബിൾ ഇൻപുട്സിൻ്റെയോ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായി ശ്രമിക്കാൻ സാധിക്കും. ഒരു വേരിയബിളിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് വേരിയബിളിൻ്റെയോ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ വേരിയബിളിൻ്റെയും അളവുകളെ കോൺസ്റ്റൻ്റായി മാറ്റമില്ലാതെ നിലനിർത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായി ശ്രമിക്കാൻ സാധിക്കും. And here the law of variable proportion explains the effect on output when a firm tries to increase the production by increasing the quantity of one variable input. ഒരു വേരിയബിൾ ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ ഒരു സ്ഥാപനം ശ്രമിക്കുമ്പോൾ പ്രൊഡക്ഷനിൽ എന്ത് മാറ്റം ഉണ്ടാവും, പ്രൊഡക്ഷനിൽ എന്ത് എഫക്റ്റ് ഉണ്ടാവും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്, ലോ ആണ് ഏത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെൻ എ ഫേം കീപ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട് വേരിയിങ് and keeps the quantity of all other inputs constant. ഒരു സ്ഥാപനം ഒരു വേരിയബിൾ ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുകയും മറ്റുള്ള എല്ലാ ഇൻപുട്ടുകളുടെയും ക്വാണ്ടിറ്റിയെ കോൺസ്റ്റൻ്റായി മാറ്റമില്ലാതെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ എന്ത് എഫക്റ്റ് ആണുള്ളത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ തിയറി? അപ്പോൾ ഇനി തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. Law of variable proportion states that when a firm tries to add more and more units of one variable inputs, initially the total output rises at an increasing rate and then rises at a diminishing rate and finally or eventually starts to decline. So that is the law. ഇവിടെ എന്താണ് ഈ തിയറി പറയുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ് പറയുന്നത്? വെൻ എ ഫേം ആഡ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വൺ വേരിയബിൾ ഇൻപുട്ട്, ഒരു വേരിയബിൾ ഇൻപുട്ടിൻ്റെ യൂണിറ്റുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഇനീഷ്യലി, ദാറ്റ് ഈസ് ഓൺ ദ ഫസ്റ്റ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ദ ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ടോട്ടൽ പ്രൊഡക്ഷൻ റൈസസ് അറ്റ് ആൻ ഇൻക്രീസിംഗ് റേറ്റ്. അതായത് ടോട്ടൽ പ്രൊഡക്ഷൻ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ഇൻക്രീസിംഗ് റേറ്റിൽ വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതെന്താണ് ഇൻക്രീസിംഗ് റേറ്റിൽ വർദ്ധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ. അതുകൊണ്ട് ദ സെക്കൻഡ് സ്റ്റേജ്, ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ദർ ഇസ് എ റൈസ് ഇൻ ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് അവിടെയും ഇൻക്രീസ് ചെയ്യും, ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ഡിമിനിഷിംഗ് റേറ്റിലായിരിക്കും എന്ന് പറയുന്നു. വാട്ട് ഇറ്റ് മീൻ? ഡിമിനിഷിംഗ് റേറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ടിനെക്കാട്ടിലും കുറവായിരിക്കും രണ്ടാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നു.
ആൻഡ് ഓൺ ദ തേർഡ് സ്റ്റേജ്, ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുമെന്ന് പറയുന്നു. സോ ദാറ്റ് ഈസ് ദ ലോ. See this schedule. The first column is number of workers. Here the firm tried to increase the production by increasing the variable input, that is workers. ഇവിടെ സ്ഥാപനം പരിശ്രമിക്കുന്നത് എന്തിനാണ്? വേരിയബിൾ ഇൻപുട്ട് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ യൂണിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനാണ്. So the first column is number of workers. Then the second column, total product, that is total output from all factors of production. Then average product. What is average product? How can we calculate? Total product divided by number of units of variable inputs. Here total product divided by number of workers. എങ്ങനെയാണ് ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുക? ടോട്ടൽ ഔട്ട്പുട്ടിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കേസിൽ ടോട്ടൽ ഔട്ട്പുട്ടിനെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് കിട്ടി. Then the next is marginal product. Marginal product means what? The additional production from the additional unit of variable inputs. അതായത് ഒരു യൂണിറ്റ് വേരിയബിൾ ഇൻപുട്സ് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ പ്രൊഡക്ഷൻ, എക്സ്ട്രാ പ്രൊഡക്ഷൻ എത്രയാണ്, അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ എക്സ്ട്രാ പ്രൊഡക്ഷൻ ഫ്രം ദി എക്സ്ട്രാ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. See here, when there is only one worker, ഒരു വർക്കർ മാത്രമുള്ള സമയത്ത് his contribution or his output is 10 units, so the marginal product is 10. Total product is also 10 because there is only one worker. ഒരു വർക്കർ മാത്രമേ ഉള്ളതുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് എത്ര തന്നെയാണ്? 10 തന്നെയായിരിക്കും. And what is average product? Total product divided by number of units or number of workers, 10 divided by 1, 10. And then the firm add one more worker. ഒരു വർക്കറിനെ കൂടി ആഡ് ചെയ്യാണ്. That means here the number of workers increases from 1 to 2. ഒന്നിൽ നിന്ന് 2 ആയിട്ട് കൂടുകയാണ്. And what happened to total product? That also increased from 10 to 24. 10ൽ നിന്ന് 24 ആയിട്ട് വർദ്ധിച്ചു. Average product increased from 10 to 12. Marginal product increased from 10 to 14. See here, from the first worker to the fourth worker, ഒന്നാമത്തെ വർക്കർ മുതൽ നാലാമത്തെ വർക്കർ വരെ, this schedule shows the same trend. ഈ ഷെഡ്യൂളിൽ കാണുന്നത് ഒരേ ട്രെൻഡാണ്. എന്ത് ട്രെൻഡാണ്? That is the marginal product is increasing, average product is increasing, total product is also increasing. But the point here we want to note is total product increases at an increasing rate. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻക്രീസിങ് റേറ്റിലാണ് എന്നാണ് പറയുന്നത്. വാട്ട് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് മീൻസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ടിനെക്കാട്ടിലും കൂടുതലായിരിക്കുമെന്നാണ് അത് പറയുന്നത്. ലെറ്റ് us check. See, from the first worker to the second worker, അതായത് ഒന്നാമത്തെ വർക്കർ അതിനോട് കൂടി ഒരു വർക്കറിനെ കൂടി ആഡ് ചെയ്ത കേസ് നമുക്കൊന്ന് പരിഗണിക്കാം. Here, what is the change in input? Change in input എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്കർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? That is 1. ഒരാളെയാണ് അല്ലെങ്കിൽ ഒരു വർക്കറിനെയാണ് ആഡ് ചെയ്തത്. What is the percentage change in input? That is 1 divided by 1 into 100, that is 100%. 100% ഇൻപുട്ട് വർദ്ധിച്ചിരിക്കുന്നത്. And see the total output. Total output എന്താ സംഭവിച്ചിരിക്കുന്നത്? It increases from 10 to 24. 10ൽ നിന്ന് 24 ആയിട്ട് വർദ്ധിച്ചു. So the increase is by 14 units. 14 യൂണിറ്റ് ആണ് അവിടെ വർദ്ധിച്ചിരിക്കുന്നത്. So the percentage change in output is equal to 14 divided by 10 into 100, that is 140%. ഇവിടെ എത്ര ശതമാനം ഔട്ട്പുട്ട് വർദ്ധിച്ചിട്ടുണ്ട്? 140% വർദ്ധിച്ചിട്ടുണ്ട്. So the percentage change in output is greater than the percentage change in input. ഇവിടെ percentage change in output ഇതിനെക്കാട്ടിലും കൂടുതലാണ്, percentage change in ഇൻപുട്ടിനെക്കാട്ടിലും കൂടുതലാണ്. That is why we tells what? This total output is increase at a increasing rate. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഇൻക്രീസിങ് റേറ്റിലാണ് എന്ന് പറയുന്നത്. And this first stage, that is from the first worker to the fourth worker, this stage is called a stage of increasing return. ആ സ്റ്റേജിന് പറയുന്ന പേരാണ് stage of increasing return. Why?
because marginal product increasing, average product is increasing, total product is also increasing at an increasing rate. Then go to the second stage. In the stage, it starts from the fifth worker. See, on fifth worker, the total output 70 units, average product 14 units, marginal product 14 units. See, average product and marginal products are equal here. So when average product and marginal products become equal, on that point the second stage begins. അതായത് ഏത് പോയിന്റിൽ വെച്ചാണോ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയിട്ട് വരുന്നത് ആ പോയിന്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജ് ആരംഭിക്കുമെന്ന് പറയുന്നു. ആൻഡ് വാട്ട് ഈസ് ദ ട്രെൻഡ് ഓൺ ദിസ് സെക്കൻഡ് സ്റ്റേജ്? സെക്കൻഡ് സ്റ്റേജിലെ ട്രെൻഡ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ടോട്ടൽ ഔട്ട്പുട്ട്. Total output is increasing here, 70, 78, 84. There is an increase in total output. Average product. See, from 14 to 13, that is, there is a decline in average product. Marginal product, that also decreasing from 14 to 8. That means on this second stage, the second stage, that is fifth worker to eighth worker, there is a decline in marginal product, decline in average product, and increase in total product, but that is a diminishing rate. Total product increase ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏത് റേറ്റിലാണ്? ഡിമിനിഷിംഗ് റേറ്റിലാണ്. വാട്ട് ഇറ്റ് മീൻ? എന്താണ് അതിൻ്റെ അർത്ഥം? That means the percentage change in total output is less than the percentage change in input. Percentage change in output, percentage change in inputനെക്കാട്ടിലും കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. See here, let us check that point. അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. From fifth worker to the sixth worker, അഞ്ചാമത്തെ വർക്കർ, അതിനോടുകൂടി നമ്മൾ എന്താണ് ഒരു വർക്കറിനെ കൂടി ആഡ് ചെയ്തു, അപ്പോൾ 6 വർക്കേഴ്സ് ആണ്. So what is the percentage change in input? ഇവിടെ percentage change in input എത്രയാണ്? Change in worker is 1. So 1 divided by 5 into 100, 20%. നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ വർക്കർ കിട്ടുന്നത് 20% എന്ന് കിട്ടും. 1 divided by 5 into 100. And what about the total output? ഇനി ടോട്ടൽ ഔട്ട്പുട്ടിന് എന്ത് സംഭവിക്കുന്നു നോക്കിയേ. ഇറ്റ് ഇൻക്രീസസ് ഫ്രം 70 to 78. സോ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ 8 യൂണിറ്റ്. 8 യൂണിറ്റ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഈസ് 8 divided by 70 into 100 will get 11.42%. 11.42% എന്ന് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് എത്രയാണ്? 11.42%. ഇൻപുട്ടിലെ ചേഞ്ച് എത്രയാണ്? 20%. So the percentage change in output is less than the percentage change in input. That is why we are telling this total output is increasing at a diminishing rate. So this second stage is called stage of diminishing return. Why? Because marginal product decreasing, average product decreasing, total product increasing at a diminishing rate. Then see the third stage. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരാം. That is the ninth worker. What happened? ഒമ്പതാമത്തെ വർക്കർ വരുന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ. Total output decreased from 84 to 81. 84 നിന്ന് 81 ആയിട്ട് കുറഞ്ഞു. Average product decreased. Average product കുറഞ്ഞിട്ടുണ്ട്. Marginal product decreased to a negative figure. Marginal product 0യിൽ നിന്ന് -3 ആയിട്ട് വന്നു. So this stage is called the stage of negative return. Now we can illustrate our law of variable proportion in a diagram. See, on y-axis we measured output, and on x-axis we measured number of workers. And there are 3 curves. First curve is TP curve, that is total product curve. And the second curve is AP curve, that is average product curve. Third one is marginal product, MP curve or marginal product curve. And there are 3 stages. Stage 1, stage of increasing return. Stage 2, stage of diminishing return. And stage 3, that is stage of negative return. Let us analyze the shape and the trend of these 3 curves in each of these stages.
ഈ ഓരോ സ്റ്റേജിലും ഈ മൂന്ന് കർവുകളുടെയും ഷേപ്പിന്റെ ഒരു സ്വഭാവം എന്താണ്, അതിന്റെ ട്രെൻഡ് എന്താണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കൺസിഡർ ദ ഫസ്റ്റ് സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് നോക്കൂ. ടോട്ടൽ ഔട്ട്പുട്ട് കർവ് ഷോസ് എ സ്റ്റീപ്പ് അപ്വേർഡ് സ്ലോപ്പ്. ടോട്ടൽ ഔട്ട്പുട്ട് കർവ് കുത്തനെ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. വാട്ട് ഇറ്റ് മീൻ? ദാറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് റൈസസ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. അതായത് ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻക്രീസിംഗ് റേറ്റിലാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. And the other two curves, that is average product curve and marginal product curve, both these curves shows an upward trend, means average product and marginal products are also increasing. Average product marginal product increase ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് കാണുന്നത്. And when the average product and marginal product becomes equal, or where the average product and marginal product curves intersect, on that point second stage begins. അപ്പോൾ എവിടെയാണോ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് കർവും മാർജിനൽ പ്രൊഡക്റ്റ് കർവും ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ പോയിന്റിൽ നിന്ന് സ്റ്റേജ് 2 ആരംഭിക്കുന്നു. ദാറ്റ് ഈസ് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ് ആൻഡ് ട്രെൻഡ്സ് ഓഫ് ദ കർവ്? See here the total output curve. Total output curve here also shows an upward slope, but it is less steep. ഇവിടെ ടോട്ടൽ ഔട്ട്പുട്ട് കർവ് മുകളിലേക്ക് തന്നെ പോവുകയാണ്, അല്ലെങ്കിൽ മുകളിലേക്ക് തന്നെ ഉള്ള ഒരു ചെരിവ് കാണിക്കുകയാണ്. പക്ഷെ അതെന്താണ്? ലെസ് സ്റ്റീപ്പാണ്. ആ ചെരിവ് കുറവാണ്, അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. വാട്ട് ഇറ്റ് മീൻ? എന്താണ് അതിന്റെ അർത്ഥം? That means the total output rises at a diminishing rate. Total output increase ചെയ്യുന്നത് ഏത് റേറ്റിലാണ്? ഡിമിനിഷിംഗ് റേറ്റിലാണ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. And see the average product curve and the marginal product curve, both are showing a downward slope. ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് കർവും മാർജിനൽ പ്രൊഡക്റ്റ് കർവും ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് കാണിക്കുന്നത്. വാട്ട് ഇറ്റ് മീൻ? During this second stage, average product and marginal products are declining. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. And when the marginal product becomes zero, and that point third stage begins. മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ് ആരംഭിക്കും. ദാറ്റ് ഈസ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ. And what is the shape and trends? Here total product curve or total output curve shows a downward slope. That means total output starts to decrease. Total output decrease ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. And average product curve also shows what? A downward trend. That means average product decreasing. And then the marginal product shows a downward trend, and also it shows what? A negative trend. ഒരു നെഗറ്റീവ് ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. സീറോയിൽ നിന്നും വീണ്ടും താഴേക്ക് പോവുകയാണ്. സോ ദ മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കംസ് നെഗറ്റീവ് ഡ്യൂറിങ് ദിസ് തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ. That much about the law of variable proportion.